ഹോട്ടൽ നടത്തുന്നത് ബംഗാളിയും അവിടുത്തെ തൊഴിലാളി മലയാളിയുമായി. എന്തോന്ന്? ബംഗാളി വന്നതിന് ശേഷം കോവിഡിന് ശേഷം മലയാളികൾ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്താ? മലയാളികൾ മടിയന്മാരായി, ഭയങ്കര മടിയന്മാരായി. മലയാളിക്ക് അടിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നതിനോടായി കൊതി മൊത്തവും. നോക്കിക്കോ, വൈകുന്നേരം 4:30 ആകുമ്പോൾ ചട്ടി കഴുകിയിട്ട് ഷെയർ ഇടാനുള്ള പരിപാടിയാണ് അല്ലേ? ഉച്ചക്കേ തുടങ്ങും. ബംഗാളി എപ്പോൾ 1 മണിക്ക്? 8 മണി. എപ്പോഴാ ഉച്ചയ്ക്ക് പോകുന്നത്? 1 മണി. എപ്പോൾ തിരിച്ചു കയറും? 2 മണി. വൈകുന്നേരം എപ്പോൾ ഇരിക്കും? 5:30. പരിക്കം മിക്കവാറും തീർത്തിട്ടേ മിക്കവാറും പോകുന്നുള്ളൂ. കൂട്ടത്തുള്ളൂ, ആ തീർത്തിട്ടേ പോകത്തുള്ളൂ. ആ മലയാളി എപ്പോൾ വരും? 9, 9:15 വന്നൊരു മുറുക്ക്, ഒരു വലി എല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു കാപ്പുകൂടി 1 മണിക്ക് പോകുന്നു. അത് 2 മണിക്ക് വരുന്നുണ്ട്. വൈകുന്നേരം 4:30 ആകുമ്പോൾ പയ്യെ ചട്ടിയൊക്കെ എടുത്ത് കഴുകാനായിട്ട് വേണം. ചാന്തിൻ്റെ അളവ് കുറയ്ക്കും, നേരെ കുറയ്ക്കും, അവിടെ നിന്നിട്ട് പിടുത്തം തുടങ്ങും. ഈ സ്വഭാവം വന്നു. ഇതുകൊണ്ട് എന്ത് പറ്റി? ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. 2 മലയാളി ഒരു ദിവസം പണിയുന്ന പണി, അത് തീർക്കാൻ എത്ര ബംഗാളി വേണം? 1 അല്ലേ 1.5 ബംഗാളി മതി. കൂലി വെച്ച് നോക്കുമ്പോൾ ലാഭം ബംഗാളി തന്നെയാണ്. മാറ്റി വന്നിട്ടുണ്ട്. 2 പേർക്ക് ഒരുപോലെയോ? ബംഗാളി കൂട്ടിയല്ലേ? കാരണം അവർക്ക് കളം പിടിച്ചു. കാരണം അവരില്ലാതെ ഇനി പറ്റത്തില്ല എന്ന അവസ്ഥ ഇവരാക്കി. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബംഗാളിൽ നിന്ന് വന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ മുതലാളിമാരായി മാറി. ഏറ്റുമാനൂർ ഹോട്ടൽ നടത്തുന്നത് ബംഗാളിയും അവിടുത്തെ തൊഴിലാളി മലയാളിയുമായി. നേരെ തിരിഞ്ഞു. കേരളത്തിൽ ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ മലയാളിയുടെ മടിയെ ആരുപയോഗിച്ചു? ബംഗാളി ഉപയോഗിച്ചു. കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്നും അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. इधर पैसा मिलता है भाई, इधर भी अच्छा यह है, इधर का संस्कार अच्छा है. महीने में कम से कम 2-3 लाख तक मिल जाता है. 2-3 लाख मिल जाता है. 3 ലക്ഷം രൂപയോളം മാസ വരുമാനമുള്ള ആളാണ്. പണി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും തേങ്ങ വെട്ടിക്കലാണ്. കണ്ട എത്ര ആൾക്കാരാണ് അദ്ദേഹത്തിനോട് ഹാപ്പിയാണ്. ഇവരുടെ കൂടെ പണിയെടുക്കുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്.